ജയിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനാണ്. ജയിച്ചില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇദ്ദേഹം നൽകുന്ന മോട്ടിവേഷനാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ക്ലാസ്. ഈ ഷോയിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഈ ഷോയിൽ കാണുമ്പോൾ ബോൾ എറിയുന്ന ആ ഒരു വീഡിയോ കാണുന്നില്ലേ, ആ ചേട്ടൻ അവിടെ കാണും എപ്പോഴും. മെൻ്റലിസ്റ്റാണ്. ചേട്ടൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ചെയ്യുക. പക്ഷേ നമുക്ക് നൽകുന്ന നല്ലൊരു വലിയൊരു മോട്ടിവേഷൻ, പതറാതെ വിജയിക്കാനുള്ളൊരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ചേട്ടനാണ്. അതുകൊണ്ട് എല്ലാവരും ചേട്ടനെ പരിചയപ്പെടുക. അടിപൊളി കേട്ടോ. ലാസ്റ്റ് ഒരു ബോളും കൂടി എൻ്റെ വക. ഇത് ഞാൻ പറയണത് കേൾക്കണം. പഴയ പോലെ കഴിക്കാൻ പറ്റില്ല. കമ്പിയിൽ കൈത്തോട്ടെടുത്ത് ലെഫ്റ്റോ റൈറ്റോ തിരിയരുത്. ബോൾ കയ്യിലിട്ട് വിട്ടാനൊന്നും പാടില്ല. നമ്മുടെ ഒച്ചകൾ പലതും വരും. നമ്മുടെ വീട്ടിൽ കറണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൽ മാത്രം ശ്രദ്ധിക്കുക. താങ്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായിട്ട് അതിനെ കാണാം. വിളിച്ചാൽ അവർ വരും. ഒന്നിറങ്ങി നോക്കും. 30 സെക്കൻഡ് കണ്ണടയ്ക്കാൻ നന്നായിട്ട് ബ്രീത് ചെയ്യാം. മൈൻഡ് കറക്റ്റ് ചെയ്തിട്ട് വേണം അറിയാം. താങ്കൾക്ക് ജയിക്കാമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രമേ അറിയാവൂ, ഇല്ലെങ്കിൽ അറിയരുത്. അത്രയും സമയം ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. 2 ഒരു 40-45 സെക്കൻഡ് താങ്കളൊന്ന് അതേ ഗ്ലാസ്സിൽ താങ്കളുടെ മൈൻഡ് അതിരിക്കേണ്ട ചെല്ലണം. ഈ ബോൾ മതിയാവില്ല അല്ലേ? എടുത്തോളൂ. ഇതൊക്കെ ഒരു മിനിറ്റ്. അതായത് ഞാൻ പറഞ്ഞു ആദ്യമേ എനിക്ക് ആ സമയം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പണിയാനാവുള്ളൂ. ആവശ്യം ക്ഷമയാണ് താങ്കൾക്ക് ഇല്ലാത്തത്. അതാണ് താങ്കൾ ക്ഷമിക്കാൻ വേണ്ടി 45 സെക്കൻഡെങ്കിലും നിന്നേ പറ്റുള്ളൂ. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യാം? വണ്ടി ബിസിനസ്സാണ്. 6 7 നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ 1 ഇഞ്ച് പ്രതിക്ക് നീങ്ങി താങ്കളുടെ ലക്കി നമ്പർ ആവുകയാണ്. ഇട്ടോളൂ, കൊണ്ടുപോകും. താങ്കളുടെ ലക്കി നമ്പർ എത്രയാണെന്ന് അറിയും? 9. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും താങ്കൾ അനുസരിച്ചിട്ടില്ല. ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡൊക്കെ പറഞ്ഞു. എനിക്ക് വേണ്ടിയല്ല പറഞ്ഞത്, താങ്കളെ ജയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. താങ്കളുടെ ലക്കി നമ്പർ 9. താങ്കളുടെ പേര് സ്റ്റാർട്ട് ആവുന്നത് APRSM. ഇതിലേതെങ്കിലും 50.